ഹായ് ഗായ്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മത്തിക്കറിയാണ്. ചേമ്പിട്ട മത്തിക്കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയുമാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരമുറി തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചേമ്പിട്ട് മത്തിക്കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തി കൂടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചേമ്പ് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ചെറുതായിട്ട് നുറുക്കിയ ഒരു ചേമ്പാണ്, നീളത്തിലുള്ള ചേമ്പാണ് കേട്ടോ. ഒരു ചേമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചോറ് വിളമ്പി നോക്കാം. ആദ്യം തന്നെ 2 തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുരിങ്ങയില തോരനാട്ടോ ഉണ്ടായിരുന്നത്. മുരിങ്ങയില തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേമ്പിട്ട മത്തിക്കറി കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചേമ്പിട്ട മത്തിക്കറി. എല്ലാവരും